ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആകാം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകാം. ബാലൻസ്ഡ് എന്ന് പറയുമ്പം അവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആയിരിക്കും. അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കില്ല, അൺഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്റ്റീഷ്യസ് സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ടോട്ടൽ സപ്ലൈ എക്സീഡ്സ് ടോട്ടൽ ഡിമാൻഡ്, അതായത് സപ്ലൈ ആണ് കൂടുതൽ, ഡിമാൻഡ് കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു അഡീഷണൽ കോളം ഡമ്മി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഡമ്മി ഡിമാൻഡ് കോളം നമ്മൾ സെറ്റ് ചെയ്തിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു സപ്ലൈനെ അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത ഡമ്മി ഡിമാൻഡ് കോളത്തിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേസമയം നമുക്ക് ഡിമാൻഡ് എക്സീഡ് സപ്ലൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡമ്മി റോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വാല്യൂസ് മുഴുവൻ നമ്മൾ 0 ആയിട്ട് കൊടുക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡിമാൻഡിനെ എക്സസ് വരുന്ന ആ ഡിമാൻഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അവിടെ അതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തായിട്ട് എടുക്കും? നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം വെച്ച് ചെയ്ത് നോക്കാം. A product is manufactured by 4 factories P, Q, R and S. The unit production cost of these products are ₹2, ₹3, ₹1 and ₹5 respectively. Their production capacities are 50, 70, 30, 50 units respectively. These factories supply the product to 4 stores, demand of which are 25, 35, 105 and 20 units respectively. Unit transport cost inquired in rupees for each factory to each store is given below. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ നമുക്കിവിടെ ഡിമാൻഡ് തന്നിട്ടുണ്ട് ആൻഡ് സപ്ലൈ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്കിവിടെ ഡിമാൻഡും തന്നിട്ടുണ്ട്. യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഈ കാണുന്നതെല്ലാം എന്താണ്? യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ബാലൻസ്ഡ് ആക്കാം? അത് അൺബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം നോക്കുക. അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നാണ് നോക്കുന്നത്. ഡിറ്റർമൈൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡെലിവറീസ് ഫ്രം ഈച്ച് ഓഫ് ദ ഫാക്ടറീസ് ടു ഈച്ച് ഓഫ് ദ സ്റ്റോർസ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇസ് മിനിമം. ഓക്കെ, അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ എത്രയാണ്? നമുക്ക് യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. ഓരോന്നിൻ്റെയും യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. ഓരോ യൂണിറ്റിൻ്റെ കോസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഒരു യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിനോട് യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് എന്താണ്? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂസ് PQRSൻ്റെ ആഡ് ചെയ്ത് നമുക്ക് പുതിയ വാല്യൂസ് കിട്ടി. ഇതാണ് നമ്മുടെ ന്യൂ വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞ ഡിമാൻഡ്സ് നമ്മൾ എഴുതി, സപ്ലൈ നമ്മൾ എഴുതി. അങ്ങനെ എഴുതുമ്പം നമുക്കിവിടെ 200 ആണ് സപ്ലൈ വന്നിരിക്കുന്നത്, ബട്ട് ഡിമാൻഡ് 185 ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ഡിമാൻഡ് കുറവാണ്, സപ്ലൈ കൂടുതലാണ്. സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ്, അവിടെ എന്താ? നമ്മളിവിടെ അഡീഷണൽ കോളം ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഡമ്മി ഡിമാൻഡ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡാണ്. ഇവിടെ 15ൻ്റെ ഒരു കുറവുണ്ട് അല്ലേ? 200 - 185, അപ്പോൾ ഒരു 15ൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യണം. അതിനു വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് നമ്മളിനി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഇത് കണ്ടുപിടിച്ച് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അവിടെ ഡിമാൻഡിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വാം മെത്തേഡ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സാധാരണ പോലെ നമ്മൾ സോൾവ് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് വാം മെത്തേഡ് വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ പ്രോബ്ലത്തിൽ, ഇപ്പം എക്സാമിനൊക്കെ വരുമ്പം പ്രോബ്ലത്തിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറയാത്ത സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും വാം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പം സ്പെസിഫൈ ചെയ്ത നോർത്ത് വെസ്റ്റ് കോർണർ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? വാം മെത്തേഡാണ് ചെയ്യേണ്ടത്. വാം മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. അതിലാണ് ഏറ്റവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഒപ്റ്റിമാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം വാം മെത്തേഡിൽ കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വാം മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു
ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഇതാണ് വാം മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ അലോക്കേഷൻ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. അപ്പം ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സെല്ലിലെ അലോക്കേഷൻ വെച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവർ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലായി, ഇവിടെ എക്സസ് സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എക്സസ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ ആ എമൗണ്ട് 15 എന്ന് പറയുന്ന എക്സസ് സപ്ലൈ നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മളൊരു കോളം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു, ഡമ്മി കോളം ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ കോസ്റ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 0 എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിമാൻഡിനെ, അവിടെ ഡിമാൻഡിൻ്റെ 15 ഷോർട്ടേജ് വരുന്നത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ കോളം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കോസ്റ്റ് 0 കൊടുത്തിട്ട് അലോക്കേഷൻ 15 എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഡിമാൻഡും 20 ആയിട്ട് കിട്ടി, സപ്ലൈയും നമുക്ക് 20 ആയി കിട്ടി. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബാലൻസ്ഡ് ആകുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് കിട്ടുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സാധാരണ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഡിമാൻഡും സപ്ലൈയും നോക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് സപ്ലൈ ആണ് കൂടുതലെങ്കിൽ കോളം ക്രിയേറ്റ് ചെയ്യണം, ഡിമാൻഡ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ റോ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആയിട്ട് കൊടുക്കുക. അതിന് ശേഷം അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ബാലൻസ്ഡ് പ്രോബ്ലം ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ് മാക്സിമൈസേഷൻ കേസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം മിനിമൈസേഷൻ ആണ് കൂടുതലും നമ്മൾ ചെയ്യാറ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ. ചില കേസസിൽ നമുക്ക് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്സ് വരാറുണ്ട്. അങ്ങനെ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് വരുന്ന കേസസിൽ അതെന്ത് ചെയ്യണം, അത് മിനിമൈസേഷനായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാക്സിമൈസേഷൻ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാക്സിമൈസേഷൻ മിനിമൈസേഷനിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെയാണ് പ്രോബ്ലം ചെയ്യുന്നത്.